ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്നൊക്കെ വീട്ടിൽ വീഡിയോ എടുക്കാൻ നോക്കുന്നു അന്നൊക്കെ ഞാൻ ഈ നൈറ്റിയാണ്. ഇത് മാത്രം ഞാൻ ഇടണുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താണെന്നറിയില്ല, ഈ നൈറ്റ് ഇടുന്ന ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ശരിക്കും വീഡിയോസൊക്കെ ഒന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് പോയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഈവനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഡെയിലി റുട്ടീൻ വീഡിയോസ് കാണാനല്ലേ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം സമയം 4:10. അപ്പോൾ തൊട്ട് രാത്രിക്ക് എടുക്കുന്ന വരെയുള്ള വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, 4 മണിയാകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ഉച്ചയ്ക്കിപ്പോൾ നമുക്ക് നൊയമ്പാണല്ലോ, നൊയമ്പായതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോറും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിശന്ന് അവനേക്കാളും ടയേർഡായിട്ടാണ് ഞാൻ വരിക, കാരണം നല്ല ചൂട് അവിടെ ഇരിക്കുന്നിടത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്ന് ഭക്ഷണം കഴിച്ച് പാച്ചുവിനും ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് വേഗം ഞാൻ കിടത്തി ഉറക്കി പാലൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. എനിക്കല്ലാണ്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ കിടന്നില്ലെങ്കിൽ ഒട്ടും പറ്റില്ല, കാരണം അവിടുന്ന് ചൂടുള്ള കാരണമെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര ടയേർഡായിട്ട് തിരിച്ചു വരാം. അപ്പോൾ കുറച്ച് നേരം ഞാനും കിടന്ന് ഒരു അരമണിക്കൂർ കിടന്നാൽ മതി. അത് കഴിഞ്ഞ് എനിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാച്ചു ഒരു 5:30 ഒക്കെ ആകുമ്പോഴേ ഞാൻ അവനെ എണീപ്പിക്കുള്ളൂ. അതുവരെ ഞാൻ കെടുത്തി ഉറക്കും, പാലൊക്കെ അപ്പോഴേ കുടിക്കുള്ളൂ. അങ്ങനെ അപ്പോൾ ഡാഡി തോമുനെ പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ഞാൻ നൂഡിൽസൊക്കെ കഴിച്ച് ഞാൻ റൂമിൽ നിന്ന് ഒരു 4:30-5 മണിയാകുമ്പോഴേ ഞാനും ഇറങ്ങുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ എൻ്റേതായ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരിക്കും. സിനിമ കാണേ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലുമൊക്കെ എനിക്കിഷ്ടമുള്ള കുറച്ച് സമയം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കാനുള്ള കുറച്ച് സമയം ആണിത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നൂഡിൽസ് കഴിക്കട്ടെ. നമ്മുടെ സാധാരണ വെജ് നൂഡിൽസാണ്. നൊയമ്പല്ലേ, ഇനി 50 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നൊയമ്പ് വീടുക. അത് ശരിക്കും ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു 50 ദിവസം നമ്മൾ നോൺ വെജ് കഴിക്കാണ്ട് ആ ഈസ്റ്റർ കുർബാന കഴിഞ്ഞിട്ട് വന്ന ആ നൊയമ്പ് വീടുമ്പോഴാണ് ആ ഒരു ആത്മസംതൃപ്തി. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കുറേ ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ വീട് ഭയങ്കര ശാന്തതയിൽ കിടക്കുകയാണ് കേട്ടോ. കിച്ചണിലേക്ക് നോക്കിയപ്പോൾ മമ്മി ഉറങ്ങിയിട്ടൊന്നുമില്ല. മമ്മി ഗ്രൂപ്പിൽ മെസ്സേജിങ്ങും ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. പിന്നെ അലക്കൊക്കെ കഴിഞ്ഞ് തോരിടേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു എന്താണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലാട്ടോ, എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ്. റൂം 4 മണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിവാൻ്റെ കൂടെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല വെയിലല്ലേ. പാച്ചു എണീച്ചിട്ടില്ല, പാച്ചു നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ കാപ്പി വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ നാളത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പം ഫ്രീ ആണല്ലോ, ഫ്രീ ടൈം ആണല്ലോ. പാച്ചു എന്തായാലും ഒരു 5:30 ഒക്കെ ആവും എന്തായാലും എണീക്കുമ്പം. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അവൻ എണീക്കുന്നതോടുകൂടി തോമു വരും. അത് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ നടന്നോളും. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മമ്മിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ വെക്കേണ്ടേ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് രാത്രി ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി മടുത്തു തുടങ്ങി. അപ്പോൾ ഡോൺചേട്ടൻ്റെ രാത്രി ചോറും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഗാർലിക് നാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഗാർലിക് നാൻ എപ്പോഴും നന്നാവാറുണ്ട്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗാർലിക് നാൻ ഉണ്ടാക്കുന്നത്. ഒരു 2 hours മാവ് നമ്മുടെ ഡോ നന്നായി കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴേ അത് കുഴച്ച് വെച്ചാൽ നമുക്ക് കഴിക്കേണ്ട നേരമാകുമ്പോഴത്തേക്കും നല്ല ഒരു പരുവത്തിൽ കിട്ടും. പിന്നെ അതിന് ഞാൻ പനീർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല റിലയൻസിൽ പോയപ്പോൾ പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബട്ടർ പനീർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു, പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര വട്ടം ഉണ്ടാക്കിയാലും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റെസിപ്പി ഇങ്ങനെ വീഡിയോ പൊക്കോണ്ടിരിക്കണം യൂട്യൂബിൽ. അതെൻ്റെ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. എന്തുണ്ടാക്കുകയാണെങ്കിലും അതൊരു ധൈര്യമാണ് എനിക്ക്. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞില്ലേ കാപ്പി വയ്ക്കണം. പിന്നെ നാളെ ഉച്ചത്തേക്ക് ലഞ്ചിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മമ്മിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണുള്ളത് എന്നൊക്കെ. അപ്പോൾ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായ എന്താ പറയുക ചിന്ത ചില സമയത്ത് വേണ്ടി വരും. നോൺ വെജ് കുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.
പച്ചക്കറി എന്ന് പറയുമ്പം എന്ത് വെക്കും എങ്ങനെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാനാണ് കൂടുതലും ഇപ്പം ഞാനുള്ളപ്പം ഞാനാണ് ഇവിടെ കുക്ക് ചെയ്യാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കുക്കിങ്. അപ്പോൾ ലഞ്ച് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നല്ല അടിപൊളി കുക്കറും ഒരു പാനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുക്കർ ഞാൻ ഇവിടേക്ക് മേടിച്ചതാണ്. കാരണം ഈ വീട്ടിൽ കുക്കർ എന്തോ വാഴില്ല. എല്ലാ കുക്കറും കഴിഞ്ഞ വട്ടം ഞാൻ എന്തോ പരിപ്പ് വേവിക്കാനായിട്ട് 3 കുക്കർ മാറിയിട്ടാണ് ഉപയോഗിച്ചത്. അതായത് ഒന്നല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വിസിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അടുത്തത് അടി പിടിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട്. എന്താണെന്നറിയില്ല, ഈ വീട്ടിൽ കുക്കർ എന്ന് പറഞ്ഞ സാധനം വാഴില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു കുക്കറും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻസി ചേട്ടന് കൊടുത്തയക്കാനായിട്ട് ഒരു ദോശത്തവയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇൻഡസ് വാലിയുടെ തന്നെയാണ്. മുമ്പത്തെ പാത്രമൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ദോശത്തവയും കുക്കറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ കുക്കർ ഇനോഗ്രേറ്റ് ചെയ്യാം. ഡാഡി എണീറ്റിട്ട് വേണം അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിപ്പിക്കാനായിട്ട്. ദോശത്തവ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല, അങ്ങനെ ഞാൻ തന്നെ കൊടുത്തയക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഇനി കുക്കിങ്ങിലേക്ക് പോവാം. കമോൺ, വേണ്ട ഡാഡി കിടന്ന് ഉറങ്ങാം. എൻ്റെ പൊട്ടിച്ചപ്പോഴാണ് ഡിവൈൻ പറയുന്നത്, ഡിവൈൻ ഈ സെയിം കുക്കർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ ഇവിടേക്ക് വാങ്ങിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഡാൻസ് തന്നെ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടോ, എന്തായാലും കുക്കർ മേടിക്കേണ്ട കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ ഇവിടെ മമ്മിയുടെയും ഡിവൈൻ വാങ്ങിച്ചു. ആരൊരാൾ വാങ്ങിച്ച് കണ്ട് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാനിത് അവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണല്ലോ. അപ്പോൾ വലിയൊരു പേപ്പർ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല വെയിറ്റ് ആണ്. നല്ല എന്താ പറയുക, കുട്ടി ദോശ ആണെങ്കിൽ എണ്ണം കൂടുതൽ ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് വലിയ ദോശ ഉണ്ടാക്കണമെങ്കിൽ വലിയ ദോശ ഉണ്ടാക്കാം. ഇത് ശരിക്കും നമ്മുടെ കാസ്റ്റ് അയൺ ഇല്ലേ, അതാണ് നമുക്ക് ഹെൽത്തി, എന്താ പറയുക, ഹെൽത്തി കുക്കിംഗ്. അതാണ് ഇവരുടെ ടാഗ് ലൈൻ തന്നെ വരുന്നത്. ഇന്ത്യാസ് എന്താണ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡ്, അതാണ്. അപ്പൊ ഞാനിവിടുത്തെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ കുക്കർ ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടില് ഒട്ടും വാഴാത്തൊരു സാധനമാണ് കുക്കർ. പിന്നെ ബാംഗ്ലൂർക്ക് വേണമായിരുന്നു. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയപ്പോഴേ എനിക്ക് നല്ലതായിട്ട് തോന്നിട്ടോ. ഇതിന്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ സ്ഥിരം കുക്കർ യൂസ് ചെയ്യുമ്പോൾ വിസില് പൊന്തിച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കണ ആളാണ്. ഇത് കണ്ട ഹീറ്റ് പ്രൂഫ് ഒരു വിസിലാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു വിസിലാണ്. അപ്പൊ നമുക്ക് ചൂടാവില്ല. നമുക്കിത് പൊന്തിക്കുമ്പോൾ കൈ ചൂടാവേണ്ട പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ലോക്ക് സിസ്റ്റം ഒക്കെയാണ് വരുന്നത്. പിന്നെ ഞാൻ പൊട്ടിക്കണില്ല, കാരണം ഇനിയിപ്പോൾ നേരെ കൊറിയർ ചെയ്യാനുള്ളതാണ്. അതായത് ഇങ്ങനത്തെ ഒരു ലോക്ക് സിസ്റ്റം ആണ് വരുന്നത്. നല്ല കറക്റ്റ് ആയിട്ട് നല്ല പിടിയാ, അതിന്റെ നല്ല പിടിയാ, ഉറപ്പുള്ള പിടി. ഇവിടെ യൂസ് ചെയ്ത ആൾക്കാരുണ്ട്, ഡിവൈൻ സെയിം വാങ്ങിച്ചിട്ടുണ്ട് സെയിം. അതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇത് ഇൻഡക്ഷൻ ബേസ് ആണ് കേട്ടോ. നമ്മള് ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും ഞാൻ ഇൻഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഗ്യാസിലാണെങ്കിൽ ഗ്യാസിലും രണ്ടിലും യൂസ് ചെയ്യാമല്ലോ. കണ്ടോ, നല്ല ഇൻഡക്ഷൻ ബേസ് കോട്ടിംഗ് ആണ്. മാത്രമല്ല ഇതില് വയറിങ് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റേ കുറെ സേഫ്റ്റി, ഗ്യാസ്കറ്റ് റിലീസ് സിസ്റ്റം, പിന്നെ എന്താ ഈ ആക്സിഡന്റിൽ ഈ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആക്സിഡൻസ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കാനുള്ള ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുക്കറാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും കണ്ടോ, ഇത് ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലടോ. അടി ബേസ് ഒരുപാട് ഇതുള്ളതാ, കട്ടിയുള്ളതാ. അപ്പൊ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഓ അതാണല്ലേ. 3 ലെയറോ അങ്ങനെ എന്തോ ഒരു കോട്ടിംഗ് ഉണ്ട് ഇതിന്. ട്രൈപ്ലൈ 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ. ഓ അതാണ് സംഭവം, അടിക്ക് പിടിക്കില്ല അത്. അതാണ് എനിക്ക് സ്ഥിരമുള്ളതാ. പരിപ്പ് കടല കുതിരക്ക് പിടിച്ച് അടിക്ക് പിടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പൊ ഇനിയിപ്പോ ഇത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളും കിച്ചൺ വെയർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് മാത്രമല്ല, അവരുടെ മെയിൻ സംഭവം ഈ കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് ഇല്ലേ. കാസ്റ്റ് അയൺ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അപ്പച്ചട്ടി, പിന്നെ പണിയാരം. നേരത്തെ മമ്മിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതില് മൊത്തം അടിപൊളി പാത്രങ്ങളാണ്. നമ്മൾ ഓൾറെഡി 2-3 യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കിച്ചൺ ഫുള്ളൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് പഴയ പാത്രങ്ങളൊക്കെ അപ്പടി വെച്ചേക്കാണ്, പുതിയ പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. അപ്പൊ ഈ ഒരാഴ്ച ക്ലീൻ ചെയ്യാനോ, ഒരാഴ്ച ക്ലീൻ ചെയ്തിട്ട് വേണം ഭംഗിയില് പുതിയ പാത്രങ്ങളൊക്കെ അവിടെ നോയമ്പിന് മുമ്പ് ഞങ്ങൾ സെറ്റ് ആക്കാൻ. അപ്പൊ ഞാൻ ഇനിയിപ്പോ കുക്ക് ചെയ്യാൻ പോകുന്നതും ഞങ്ങളുടെ പണ്ടത്തെ ദാരിദ്ര്യം പിടിച്ച ചട്ടിയിലാണ്. പക്ഷെ ഞങ്ങളുടെ നല്ല അടിപൊളി ചട്ടികളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ചട്ടികൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ 40% ഓഫറൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ഇൻഡസ് വാലിയില്. അതിന്റെ കൂടെ ഡിംപിൾ 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ആരും ഈ ഒരു അവസരം പാഴാക്കണ്ട. വേഗം പോയിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടുത്തെ അടിപൊളി പാത്രങ്ങളൊക്കെ വേഗം സ്വന്തമാക്കിക്കോളൂ. അപ്പൊ ഇനി ഞാൻ
ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ എടുക്കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കട്ടെ. നമുക്ക് വേഗം നമ്മുടെ പണികളിലേക്ക് പോവാം. പൊടിയിലേക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേരെ പാച്ചുതാ കിയേടിയും ചോട്ടൂൻ്റെ അടുത്തേക്കൊക്കെയാണ് കേട്ടോ വരുന്നത്. കാരണം ഞങ്ങൾ അവിടെ ആയിരുന്നല്ലോ. പിന്നെ അവരോടുള്ള വർത്താനവും കളിയൊക്കെ ആയിരുന്നു. ചോട്ടു ചിണ്ടുമണി വിളിക്കേ, കിയ വായോന്ന് പറയും. വായോന്ന് പറയും. കമോൺ കമോൺ കമോൺ. ചോട്ടു എന്ന് വിളിച്ചേ. ഇനി നമുക്ക് കാപ്പി വയ്ക്കാൻ എൻ്റെ പാൽ വെച്ചേക്കാണ് കേട്ടോ. ചേട്ടന് വരെയുള്ള കാപ്പി ഇപ്പം വെച്ച് വയ്ക്കും ഞാൻ. അങ്ങനെ ദേ പാച്ചു അവിടെ നിന്ന് വിട്ട് അകത്തേക്ക് കയറാനുള്ള പ്ലാനൊന്നുമില്ല. അവിടെ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാപ്പ് തുറക്കുക, അതിൻ്റെ പുറത്ത് കയറുക, പട്ടിക്കൂട് പോയി തുറക്കുക, അതിൻ്റെ ഉള്ളിൽ കയറുക, ഈ വക പരിപാടികളാണ്. പിന്നെ ദേ ഇവിടെ ബെയർ ഫൂട്ടായിട്ട് തന്നെയാട്ടോ അവനെ നടത്തുന്നത്. നമ്മളെപ്പോഴും ഞാൻ മുമ്പൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അങ്ങനെ മണ്ണിലൊന്നും അങ്ങനെ അഴുക്കാക്കണ്ടെന്നുണ്ട് ഞാൻ എപ്പോഴും ചെരുപ്പിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അത് ശരിയല്ല. നമ്മൾ ഇങ്ങനെയുള്ള പല ടെക്സ്ചറിലുള്ള സ്ഥലത്തും കുട്ടികളെ ചെരുപ്പിടാണ്ട് നടത്തുകയാണ് വേണ്ടത് എന്നുള്ളത് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പം എന്നെപ്പോലെ എന്താ പറയുക, എപ്പോഴും ചെരുപ്പിടിച്ച് ശീലിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തോളൂ. നമ്മൾ കുട്ടികളെ എല്ലാ ടെക്സ്ചറിലും ചെരുപ്പിടാണ്ട് നടത്തി ശീലിപ്പിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഇത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ പാച്ചു നല്ല ബിസി ആയിട്ട് അവരുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അഴിച്ചു വിട്, അവരിറക്കി വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മിക്കാണെങ്കിൽ പേടി, ഇവൻ്റെ മേത്തേക്ക് ചാടുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. പക്ഷെ അവരൊന്നും ചെയ്യില്ല. എന്നാലും ഇവൻ ചെറുതായ കാരണം അവർ ചിലപ്പോൾ ഒന്ന് ഓടുമ്പോൾ ഇവൻ പേടിച്ചാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ ദേ ഒരു തൊയിലും തരാണ്ട് ദേ അവരെ അഴിച്ചിടാൻ പോവാണ്. ഇതാണ് നമ്മുടെ ചോട്ടപ്പനും കിയാച്ചിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് പേരുടെ ഈ ഫറൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇവരെ എല്ലാവരും ഒന്ന് ട്രിം ചെയ്യണം എന്നുണ്ട്. ഒന്നിനും സമയം കിട്ടില്ല. കാരണം പാച്ചൂരിപ്പോൾ ഞാനാണ് പൊതുവേ ഇതെല്ലാം ചെയ്യാറ്. ട്രിമ്മിങ്ങും അവരെ കുളിപ്പിക്കലൊക്കെ ഞാനാണ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതൊന്നും നടക്കുന്നില്ല. അതൊക്കെ ചെയ്യണം ഇനി. ഇറങ്ങാൻ പറഞ്ഞേ. അപ്പാപ്പ അടിയാ കിയ ഇറങ്ങ പറഞ്ഞേ. അപ്പാപ്പ അവിടെ ഇല്ലല്ലോ. അപ്പാപ്പ അകത്ത് അകത്ത് കയറ, അകത്ത് കയറ്. ആ അകത്ത് കയറാൻ പറയ്. ഗെറ്റ് ഇൻ പറഞ്ഞേ. ഇറങ്ങ്, ഇവരോട് ഇറങ്ങാൻ. അയ്യോ അത് വേണ്ട. ആ ഇതിരുന്ന് കളിച്ചോ. പാച്ചുവിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി തോമുച്ചേട്ടനെ പോയിട്ട് ചൊറിയുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പിന്നാലെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് പാച്ചുവിന്. തോമു അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു കുറേ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ പ്ലേ സ്കൂളിലും കൂടി പോയി തുടങ്ങിയതിന് ശേഷം തനി തൃശ്ശൂർ ഭാഷയിലുള്ള ഓരോ സ്ലാഗൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും ചിരി വരും കേട്ടോ. വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർലിക് നാനിലേക്ക് വേണ്ടുന്ന ഡോ ഒക്കെ കുഴച്ച് വെച്ചു. അത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല അലമ്പായിട്ടുണ്ട്. ഇതാ ഒരു നിമിഷം കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തു. എനിക്ക് കുക്ക് ചെയ്യുമ്പം കിച്ചൺ അപ്പം ക്ലീൻ ചെയ്യുന്നതാണ് ഇഷ്ടം. അല്ലാണ്ട് ഒക്കെ കൂടി മെസ്സി ആക്കിയിട്ട് ലാസ്റ്റ് എല്ലാം കൂടി പണിയുന്നത് എനിക്ക് ഒട്ടും
പിടിക്കാത്ത പരിപാടിയാണ്. അപ്പോൾ ദേ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ദേ കറിയുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സവാളയൊക്കെ ഇന്നറിയാമല്ലോ അരയ്ക്കാനുള്ള സവാളയാണ്. അപ്പോൾ അതുകൊണ്ട് ചെന്നം ഭിന്നം കട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഭംഗിയിലൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഫുൾ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കണം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ തോമു അവിടെ കിടന്ന് ഡാൻസാണ്. ഇവരെ ഞങ്ങൾ മാക്സിമം അടുത്തിരുത്തിയാൽ ഒരാളൊന്ന് തോണ്ടും, അപ്പോൾ അടുത്ത ആളൊന്ന് ഇടിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം മാക്സിമം രണ്ട് ധ്രുവത്തിൽ നിർത്താൻ നോക്കും. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ച് നടക്കുന്നതും കാണാം. നല്ല രസമാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ. ഇവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോൾ നല്ല രസമാണ് ഇവരുടെ ആ ഒരു കോൺവെർസേഷനൊക്കെ കേൾക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതേ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഇതേ തുടങ്ങി. സബോള വഴറ്റി, നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്കുള്ള വറ്റൽമുളക്, തക്കാളി, കാഷ്നട്ടൊക്കെ ഇട്ട് വഴറ്റി. നിങ്ങൾക്ക് റെസിപ്പി അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? ഞാനും ഒരു ഹിന്ദി ചാനൽ റെസിപ്പി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ ചൂടാറ്റാൻ വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് എന്തോ അവിടെ ലഹള കേട്ട് ഞാൻ പോയപ്പോൾ അവിടെ വെള്ളത്തിനുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഴച്ച് വെച്ച ഡോവും നന്നായിട്ട് സോഫ്റ്റായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് നനഞ്ഞ തുണിയിൽ ക്ലോസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് കറിയുടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ബട്ടറിലാണ് കറി ചെയ്യുന്നത്. നമ്മുടെ ബട്ടർ പനീറാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ബട്ടറിൽ നമ്മുടെ മുളക് പൊടി ഇട്ട് ജസ്റ്റ് അതൊന്ന് പച്ചമണം പോകുന്ന വരെ വഴറ്റി, പിന്നെ നമ്മുടെ നേരത്തെ വെച്ച കൂട്ടുണ്ടല്ലോ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ ഈ പനീർ ബട്ടർ മസാലയുടെ മെയിൻ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മറ്റേ കസൂരി മേത്തിയാണ്. കുറച്ച് ഞാൻ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല, കസൂരി മേത്തി. ശരിക്കും ഈ ഒരു ഫ്ലേവറാണ് നമ്മുടെ പനീർ ബട്ടർ മസാലയിൽ ഒരു എക്സ്ട്രാ നമ്മുടെ നോർമൽ കറീനേക്കാളും വേറൊരു ടേസ്റ്റ് തോന്നില്ല. അത് ഈ കസൂരി മേത്തിൻ്റെ ഒരു ഫ്ലേവറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവററ്റ് മല്ലിയിലയും ഞാൻ നന്നായിട്ട് കറിയിലിട്ടിട്ടുണ്ട്. അതെല്ലാം തിളച്ചൊരു കുറുകുന്ന ഒരു പരുവാകുമ്പോൾ പനീറിട്ടു. ഞാൻ ആ ഒരു ഫുൾ പാക്കറ്റ് പനീർ ഇട്ടിട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും പനീർ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എനിക്ക് ഡിവൈനും കുറേ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ അതെടുത്ത് കറിയാക്കി. അതൊന്ന് പനീർ പിന്നെ പെട്ടെന്ന് കുക്കായിക്കോളുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഡിവൈനും അപ്പുറത്ത് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും തലേന്നൊക്കെ ചെയ്തു വയ്ക്കും. കാരണം പിള്ളേർ ചില ദിവസം ലേറ്റായിട്ട് എണീക്കും, ചില ദിവസം നേരത്തെ എണീറ്റ് പോകും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച് കിടക്കുന്ന ദിവസം നമുക്കത് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോൺ ചേട്ടൻ കുട്ടികൾക്ക് മിഠായിയൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി വരെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ ഹെഡ് മസാജൊക്കെ ചെയ്തിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. ഓയിൽ മസാജും കൂടെ കുറേ വർത്താനമൊക്കെ ആയപ്പം നല്ലൊരു സുഖം. അത് കഴിഞ്ഞ് വന്ന് ഞാൻ പരത്താൻ നിന്നു. അപ്പോൾ ആ സമയത്ത് ചാക്കോച്ചന് പാൽ കൊടുക്കാനായിട്ട് ഡിവൈൻ പോയിട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് പരത്താനായിട്ട് ഉണ്ടാക്കാനായിട്ട് നിന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ദോശത്തവ, ഇത് മമ്മിയുടെ ആണ് കേട്ടോ. ഞാൻ ആൻസൺ ചേട്ടന് കൊണ്ടുപോകാനായിട്ട് ഞാനത് യൂസ് ചെയ്തില്ല, ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു. നമ്മുടെ നാൻ റെഡി, അത്യാവശ്യം നല്ല പഫി ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഗാർലിക്കും കൊറിയാൻഡർ ലീവ്സൊക്കെ വെച്ച് പ്രസ് ചെയ്ത് ബട്ടറിലാണ് ഞാനത് ചുട്ടെടുത്തത്. കുഴപ്പമില്ലാണ്ട് വന്നു. പിന്നെ ഗാർലിക് നാനും പനീർ ബട്ടർ മസാലയും പൊതുവേ നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പം അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ മമ്മിയും ഡാഡിയുടെയും ബിസിനസ് കാര്യങ്ങളൊന്നും അവസാനിപ്പിച്ച് വരാനായിട്ട് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ തോമുൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ സൈക്കിള് ചവിട്ടിപ്പടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു. തോമുന് കാലെത്തുന്നില്ല, ഇത്തിരിയും കൂടി വലുതാവണം, എന്നാലാണ് അവന് കറക്റ്റ് അത് പറ്റുള്ളൂ. പക്ഷെ അത് കുറേ നേരം അതുമ്പോൾ കുറേ നേരം ബെല്ലടിച്ചൊക്കെ ഇരുന്നപ്പോൾ മൂപ്പർക്ക് അതൊരു സന്തോഷമായി. അത് കഴിഞ്ഞപ്പോഴേക്കും തോമുന് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. കാരണം പ്ലേ സ്കൂളിൽ പോയിട്ട് ഭയങ്കര ടയേർഡായിട്ടാണല്ലോ വരിക. അങ്ങനെ വേഗം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വേഗം കുളിച്ച് ഫ്രഷായി. അയ്യോ, തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിച്ചിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അങ്ങനെ പാച്ചൂനി ഞാൻ കുളിക്കുന്നതിന് മുമ്പ് പാച്ചൂനിയും കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ രാത്രി
ഈ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുക. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വന്നപ്പോൾ എനിക്കും ഡിവൈനും മമ്മിക്കൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ അന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അലോവേര ജെൽ നല്ലതാണല്ലോ ഫേസിന്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് ഫെയറീസ് ഓർഗാനിക് എന്നാട്ടോ. പ്യുവർ ആൻഡ് നാച്ചുറൽ, നോ GMO, നോ സിലിക്കൺസ്, നോ പാരബൻസ്, നോ സൾഫേറ്റ് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാൻഡിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക് ഇട്ട് കൊടുത്താൽ ഇത് വേണ്ടവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് കുറച്ച് നാളുകളായിട്ട്, ഇപ്പോൾ ഒരു മാസമായില്ലേ മീറ്റപ്പ് കഴിഞ്ഞിട്ട്, അന്ന് മുതൽ ഞാൻ ഈ ഒരു അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത് ഫേസിൽ. ജസ്റ്റ് ഇത് മാത്രം തേച്ചിട്ട് കിടന്നുറങ്ങും. വേറെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, പാച്ചുതേ പുറത്ത് നിൽക്കുകയാണ്. അവനിനി കൊണ്ടുവന്ന് കിടത്തി ഉറക്കണം. ഞാൻ അവനെ എടുക്കാൻ പോട്ടെ കേട്ടോ. പാച്ചുവിനെ ഉറങ്ങാൻ റൂമിൽ കയറ്റുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. ഉറങ്ങാൻ വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ അമ്മാമ്മോട് അപ്പാപ്പനോടൊക്കെ കൂടുതൽ സ്നേഹം തോന്നുക. പിന്നെ അവരെടുക്കണം, അവരുറക്കണം എന്നുള്ള വാശികളൊക്കെ, വാശിയല്ല തമാശയാണ് അവന്. ശരിക്കും അവന് ഉറങ്ങാൻ താല്പര്യമില്ല. കാരണം പപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഒക്കെ കൂടെ പോയാൽ അവൻ ഉറങ്ങണ വരെ ഇവർ കൂട്ടിരിക്കും. അപ്പം ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ റൂമിൽ കയറിയല്ലേ വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ മിണ്ടാണ്ട് കിടക്കും. ഉറങ്ങിക്കോളണം എന്നുള്ള നിർബന്ധമാണ്. അപ്പം മൂപ്പർക്ക് ഉറങ്ങാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് അമ്മാമ്മേനെ സൂപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പനിന്ന് വേഗം രക്ഷപ്പെട്ടു. അപ്പാപ്പനെ കണ്ടാൽ പിന്നെ അപ്പാപ്പൻ്റെ പിന്നീന്ന് വരില്ല, അപ്പാപ്പനെ ഉറക്കില്ല. അവൻ രാത്രി വരെ അപ്പാപ്പൻ്റെ കൂടെ ഇരുന്ന് കളിയാണ്. അപ്പോൾ ഡാഡിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഡാഡി ഒന്നും ഇല്ലാണ്ട് വേഗം സ്ഥലം രക്ഷപ്പെട്ടു. മമ്മി പക്ഷേ പെട്ടു. കുറേ നേരം മമ്മി നടന്നു. മമ്മിക്ക് വെച്ചാൽ പാത്രം കഴുകാൻ എന്തൊക്കെയോ കിച്ചൺ ഒതുക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മമ്മിക്ക് കുളിക്കണം, മമ്മിയുടേതായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഒരു നിലയ്ക്കും വിടുണ്ടായിരുന്നില്ല. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാ ടാറ്റ പറഞ്ഞ മാമോട്. അങ്ങനെ ശരിക്കും മുന്തി തള്ളിയാണ് റൂമിലേക്ക് ഓരോ കള്ളം പറഞ്ഞ് കയറ്റുന്നത്. അങ്ങനെ കുരിശൊക്കെ വരച്ച് ഞങ്ങളിതേ റൂമിലേക്ക് പോവുകയാണ്. അപ്പാപ്പൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കേട്ടത്, അപ്പം അങ്ങോട്ട് കിടക്കാനേ നിന്നില്ല. അങ്ങോട്ട് തുറന്നാൽ പിന്നെ അപ്പാപ്പൻ്റെ അടുത്ത് നിന്ന് വരില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. കാക്കേ കാക്കേ ജോണി ജോണി eating sugar, no papa, telling lies, papa, no papa, open your mouth, കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ കൊടുക്കാം ഞാൻ. കുഞ്ഞു കിടന്ന് കരഞ്ഞിടുന്ന കരയണ്ടെങ്ങനെയാ കരഞ്ഞിടും. അയ്യോ കാക്കേ, അയ്യോ കാക്കേ പറ്റിച്ചോ, അയ്യോ കാക്കേ പറ്റിച്ചോ. വെരി ഗുഡ്. കാക്കേ കാക്കേ ട്വിങ്കിൾ ട്വിങ്കിൾ ഹൗ ഐ വണ്ടർ. ഫൈനലി ഇതാ പാച്ചു കീഴടങ്ങി ഉറങ്ങി. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പാച്ചു കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ ഒരു ഹോബിയാണ് അവനെക്കൊണ്ട് പാട്ട് പഠിക്കുക. അവന് പറയുന്ന ഓരോന്നും എനിക്കിപ്പോൾ പുതുമയാണ്. എനിക്കെന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പുതുമയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി കുറച്ച് പാട്ടും മേളമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ആ ക്ലിപ്പിംഗ് ഇട്ട് തന്നെ കേട്ടോ. നിങ്ങൾക്കും അവൻ്റെ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ഞങ്ങൾക്ക് ഗുഡ് നൈറ്റാണ് കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ടാറ്റാ.
ചിരിച്ച പച്ച് ഉറക്കത്തിൽ എങ്ങനെ ചിരിക്കുക.